ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഐപാഡിൻ്റെ കവറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐപാഡ് വാങ്ങി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തൊരു വീഡിയോ ആണിത്. പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി, അതാണ്. ഓക്കെ, അപ്പം നമ്മൾക്കിന്ന് ഈ പുതിയ ഐപാഡിൻ്റെ കവർ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വാങ്ങിയ ഐപാഡ് എയർ 3 ആണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം 700 രൂപയുടെ അടുക്കൽ, 600-700 രൂപയുടെ അടുക്കൽ ഇതിൻ്റെ വില വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഏതാണ് ഞാൻ വാങ്ങിയ ഐപാഡ് എന്നുള്ളത്, ഐപാഡിൻ്റെ കവർ എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഫിറ്റാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചെറിയൊരു റിവ്യൂ ആണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഐപാഡ് എയർ 3ക്ക് വേണ്ടിയിട്ടുള്ള കവറാണ്. പാക്കേജ് ജസ്റ്റ് 2 സാധനം ഉണ്ടായിരുന്നു, അപ്പം ഓൾറെഡി ഓപ്പൺ ചെയ്തു. നമുക്ക് കവർ നോക്കാം. ഓക്കെ, ഇതാണ് കവറ്. പ്രോ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്നതല്ല ഇതിൻ്റെ യഥാർത്ഥ കളർ, കുറച്ചും കൂടി ലൈറ്റ് വേർഷനാണ്. നിങ്ങളിതിൻ്റെ എന്താ പറയുക, ആ ഒരു വെബ് പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ കളർ ഇത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് കവർ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കവർ തന്നെ. പിന്നെ മുകളിലൂടെ ചെറിയൊരു കോട്ടിംഗ് ഉണ്ട്, റബ്ബറിൻ്റെ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പിറകുവശം പ്ലെയിൻ ആണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ പിറകുവശം ഓൺലൈനിൽ കാണിച്ചിരുന്നത് ഇങ്ങനെ കുറച്ച് ഗ്യാപ്സ് ഉണ്ടായിരുന്നു. ഇതിലങ്ങനെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ 2 മൈക്കിൻ്റെയും ചാർജറിൻ്റെയും പോർട്ടുണ്ട്. ഐപാഡ് എയർ 3 ആയതുകൊണ്ട് ഇയർഫോണിൻ്റെ ഒരു പ്ലഗ് ഇൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ളത് മൈക്കിൻ്റെത്, പിന്നെ ക്യാമറ, ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്, പവർ ബട്ടൻ്റെത്. അതുപോലെ തന്നെ സൈഡിൽ വോളിയത്തിൻ്റെ, അതൊക്കെ അവിടെ ഇങ്ങനെ ഓരോ ബട്ടൺസ് തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്ഥലം വരുന്നുണ്ട്. ഇവിടെ ആപ്പിൾ പെൻസിൽ വെക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടി നൽകിയിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് വെച്ച് നോക്കാം നമ്മൾ ഐപാഡ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് കവർ തുറക്കുമ്പം തന്നെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കവർ തുറക്കുമ്പം തന്നെ നമ്മുടെ ഐപാഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ട്. ഓക്കെ, ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഐപാഡിന്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയതാണ്. ഇതാണ് എൻ്റെ ഐപാഡ് എയർ 3. ഓക്കെ, അപ്പം ക്യാമറയുടെ ഹോൾ ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ വെക്കാം. ഓക്കെ, സംഭവം കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ ഐപാഡ് ലോക്കായിരിക്കുകയാണ്. ഇത് വെച്ച് അടച്ചു. ഇനി തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടത് തുറക്കുന്നുണ്ട്, അടക്കുമ്പം അത് അടയുന്നുണ്ട്. അതുപോലെ തന്നെ ആ സൗണ്ടും ഉണ്ട്, കണ്ടില്ലേ, ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. അതൊക്കെ സൂപ്പർ തന്നെയാണ്, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ബാക്കി അങ്ങനെ എനിക്ക് ഇത് ആദ്യം പിടിച്ചപ്പോൾ ഇത് എന്താ പറയുക, ലൈറ്റ് വേർഷൻ ആയതുകൊണ്ട് തന്നെ അത്ര തടി തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു തടി തോന്നുന്നുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, ഞാൻ റൊട്ടേഷൻ ഓഫാക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, റൊട്ടേഷൻ ഓഫാക്കിയതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഇനി കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. 600 സംതിങ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. ആ ഒരു റേറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് സേഫായി കൊണ്ടെടുക്കാൻ പറ്റിയിട്ട് ഒരു എന്താ പറയുക, ഒരു കവർ വേണമെന്നുണ്ടായിരുന്നുള്ളൂ. ഡുവൽ മൈക്കാണ് ഇതിന് വരുന്നത്, നിങ്ങൾക്കിവിടെ കാണാം. ഫോക്കസ് ആവും. അവിടെ ഒരു മൈക്കുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലൊരു മൈക്കുണ്ട്. അപ്പം അത് രണ്ടിൻ്റെയും ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ചെറിയൊരു ഫോക്കസ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം സൂപ്പറാണ്.
അപ്പം ആ ഒരു പ്രൈസിൽ ഇത് വർത്തിന്. അതുപോലെ തന്നെ ചെറിയൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്ക് ഇതിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യണം, അല്ല ഈ ഹോം ബട്ടൺ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് അൺലോക്ക് ആവുന്ന ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ അത് തുടർച്ചയായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നൊരു പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തുറക്കുമ്പോൾ ഇത് ഓൺ ആവും, ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. എന്തായാലും ആ ഒരു പ്രൈസിന് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ചാലും കഴിഞ്ഞിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ കാര്യം ഇത് കണ്ടില്ലേ, ഈ ഫ്രണ്ടിലെ ഇതേ ലൈന് ഇത് പിറകിലും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് നമ്മൾ കൂടുതൽ കിട്ടിയേനെ. ആ ഒരു കുറവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഐപാഡിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാം ശരിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ല കവർ തന്നെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ശരിക്കും നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളിങ്ങനെ മടക്കി വെക്കില്ലേ, അങ്ങനെ മടക്കി വെച്ചാൽ പോലും കൃത്യമായിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട്. കാരണം നടുക്ക് അത്രയും ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മടങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നോർമലായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഐപാഡുകളിലും അതിൻ്റെ കവറുകളിൽ ഈ പറയുന്ന ആപ്പിൾ പെൻസിൽ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ പറയുന്ന ഐപാഡിൽ അതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഐപാഡ് നമ്മളിപ്പം സാധാരണ ആൻഡ്രോയിഡ് പാഡുകളൊക്കെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഓൺ ആവുകയും അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഓഫ് ആവുന്ന ഒരു ഫീച്ചർ ഉണ്ട്. പക്ഷേ ഈ ഐപാഡിൽ അത് ഇല്ല. ഇനി പുതിയ അപ്ഡേറ്റ്സിൽ വരുമെന്ന് എനിക്കറിയില്ല, നിലവിൽ എൻ്റെ ഐപാഡിൽ അതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും ഒന്നിക്ക് പവർ ബട്ടൺ അല്ലെങ്കിൽ ഈ ഹോം ബട്ടൺ ഞെക്കിയിട്ട് വേണം ഈ പറയുന്ന ഐപാഡ് സ്ക്രീൻ ഡിസ്പ്ലേ ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾക്കിപ്പം ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ഐ ഡി വെച്ചിട്ട് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത് കുറേ തവണ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് കുറേ കാലത്തേക്കുള്ള യൂസേജിൽ ഒരു 3-4 കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതിന് ഒരു പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലത്തെ 2 ടാപ്പ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓൺ ആകുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ. അപ്പോൾ നിലവിൽ ഈ ഒരു കവർ ഇട്ടതിന് ശേഷം ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ കവറിന് നമ്മൾ എന്തെങ്കിലും ഒരു ഇരുമ്പോ അല്ലെങ്കിൽ കുറച്ച് കാന്തുള്ള എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഈ കവറായിട്ട് പറ്റിപ്പിടിച്ച് കിടക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾക്കിപ്പം കവർ ഇട്ടുകൊണ്ട് തന്നെ ഐപാഡ് എപ്പോഴും അൺലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ കവർ തുറക്കുമ്പോൾ തന്നെ ഐപാഡ് ഓൺ ആയി കിട്ടും. അതുപോലെ തന്നെ കവർ അടക്കുമ്പോൾ ഐപാഡ് ഡിസ്പ്ലേ ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ഈ പറയുന്ന ഒരു വിലക്ക് അത്യാവശ്യം മോശമില്ലാത്ത നല്ല കവർ തന്നെയാണ്. ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്, അങ്ങനെ പുറത്തേക്ക് തെറിച്ച് വീഴുന്നോ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പോർട്ടുകളെല്ലാം, അതായത് മൈക്കിൻ്റെ പോർട്ടുകളെല്ലാം ഓപ്പൺ തന്നെയാണ്. അതുപോലെ തന്നെ ചാർജറിൻ്റെ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ എവിടെയും നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും, സാധാരണ ചില ക്വാളിറ്റി കുറഞ്ഞ കവറൊക്കെ ആണെങ്കിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ റബ്ബറിൻ്റെ പവർ കൊണ്ട് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നുമല്ല, കൃത്യമായ ഡയമെൻഷൻസിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വളരെ നല്ലൊരു കവർ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐപാഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കവർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല കവറും തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ചിലവിൽ ഒരു 10-600 സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.